എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മകളുടെയും മകൻ്റെയും ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തി. ഇന്നൊരു തിങ്കളാഴ്ച ആയതുകൊണ്ട് അത്ര തിരക്കൊന്നുമില്ല. ഇതെൻ്റെ അനിയത്തിൻ്റെ മകളാണത്. പിന്നെ അതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. അങ്ങനെ കുഞ്ഞിന് ചോറൂണ് കൊടുക്കാൻ വേണ്ടി മേൽശാന്തി ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞിനെ ശുദ്ധിയായിട്ടൊന്ന് കഴുകാൻ. ഞങ്ങൾ കാലും മുഖവും മാത്രമേ കഴുകിയിട്ടുള്ളൂ. തണുപ്പ് കൊണ്ടാണോ എന്നറിയില്ല, കുഞ്ഞൻ വല്ലാതെ കരഞ്ഞു. ഏട്ടനാണെങ്കിൽ നല്ലോണം മുഖം നല്ലോണം വെള്ളത്തിൽ നല്ലോണം കഴുകിയിരുന്നു. അങ്ങനെ നടയിലേക്ക് ഞങ്ങൾ കയറുകയാണ്. പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തൊഴുത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത മകന് അരിയിൽ എഴുതിക്കാനുണ്ടായിരുന്നു. പാറൂസിന് വിശന്നിട്ട് അവളുടെ മുഖമെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അരിയിൽ എഴുതിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതവൻ്റെ ഏച്ചിയാണ്, അതായത് ജിത്താട്ടിൻ്റെ പെങ്ങളെ മോള്. അങ്ങനെ അവനെ നമ്പൂതിരി മടിയിലിരുത്തി നമ്പൂതിരി എന്തൊക്കെയോ അവനോട് ചോദിക്കുന്നുണ്ട്. അവനതിനെല്ലാം ഇങ്ങനെ അതിശയത്തോടെ നോക്കിയിരിക്കുക, എന്തെന്നാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. എനിക്കും ഏട്ടനും ഉള്ളിൽ എന്തൊക്കെയോ എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നൊരു ദിവസമാണല്ലോ. അവൻ അരിയിൽ എഴുതുന്നതല്ല, എനിക്ക് എന്തൊക്കെയോ മനസ്സൊന്നിങ്ങനെ എന്താ പറയുക, എനിക്ക് പറയാനറിയില്ല, എന്തെല്ലോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കരയണോ അതോ ചിരിക്കണോ എന്ന് പറയാൻ പറ്റാത്ത എന്തോ ഒരു പോലെ. നമ്പൂതിരി ചെയ്യുന്നതെല്ലാം ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയുണ്ട്, അതെല്ലാം ഇങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം നാവ് നീട്ടാൻ പറഞ്ഞ് നവമ്മൽ അമ്മ എന്നിങ്ങനെ എഴുതി കൊടുക്കുന്നു. പാവം ഒരു കാര്യമൊന്നും ചെയ്യാതെ ഇങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് അവനിങ്ങനെ അടങ്ങിയിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഓറ് പറഞ്ഞ് വിരലിൽ മോതിരം ഇട്ടിട്ട് ഇങ്ങനെ ഈ അരിയിൽ എഴുതാൻ പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നു. ഓറ് പറയുമ്പോൾ എന്നാൽ അവനും കൂടെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ച് പോലുമില്ല. കരിവെന്ന് തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് നല്ലോണം അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം ചിരിച്ച് കളിച്ചിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മോളെ ചോറ് കൊടുക്കുകയാണ്. നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവൾക്ക് വിശന്നിട്ടൊരു വകയായിന്. അവൻ്റെ അരിയിൽ എഴുതിക്കല് കഴിയാണ്ട് ഞങ്ങൾക്ക് ഇത് കൊടുക്കാനും ആവില്ല. അപ്പോൾ ക്ഷമേൻ്റെ പരിധി കഴിഞ്ഞിന്. ഞാനാണെങ്കിൽ പാലും കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് കൊടുക്കുകയാണ്. ഞാനിങ്ങനെ എൻ്റെ മൂക്ക് ആദ്യമായിട്ട് വായിൽ ഒരുള്ള ചോറ് നല്ലോണം ചീച്ചിങ്ങനെ കൊടുക്കുകയാണ്. അവളാണെങ്കിൽ നല്ലോണം ആസ്വദിച്ച് നുണയുന്നുണ്ട്. അങ്ങനെ അച്ഛനോടും വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും കൊടുക്കട്ടെ എന്നിങ്ങനെ ചോദിച്ചോട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഏട്ടനും ആദ്യം അവനാണ് നുണയാൻ നോക്കിയത്. എന്നിട്ട് അവൾക്ക് കൊടുക്കുന്ന അവനെ പായസം കണ്ടിട്ട് കൊതി വിടുന്നുണ്ട് അവൻ. പിന്നെ ഏച്ചി കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും ഓരോരുത്തരായിട്ട് അങ്ങനെ പാറൂനിങ്ങനെ നുണക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അവളാണ് നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിട്ടുണ്ട്. ഇത് ഭക്ഷണം വാങ്ങിക്കാൻ. ഇവിടുത്തെ ഫുഡ് അടിപൊളി ഫുഡാണ്, ഒരു രക്ഷയില്ല. എന്ത് പറയണത് ആസ്വദിച്ച് കഴിക്കാം നമുക്ക്. അങ്ങനെ കഴിച്ചു. പിന്നെ അപ്പോഴത്തേക്കും നല്ല മഴ, മഴയാണ്. ഞങ്ങളങ്ങനെ നേരെ ട്രാവലറിലേക്ക് വന്ന് പിന്നെ അടിച്ചും പൊളിയാണ്. ഡാൻസ് ജീത്താൻ ഇങ്ങനെ
അടിച്ചും മാറി കളിക്കുന്നത്. ഇതെൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഇതാ കുലുങ്ങി കളിക്കുന്നത്. അമ്മ നല്ല വൈബ് കളിയാണ്. മാമൻ നല്ല ഡാൻസ് ഇതാ കളിക്കുന്നത്. ഏട്ടൻ ഇതെങ്ങോട്ടാണോ നിരവനെ എടുത്ത് പോകുന്നത് ദൈവത്തിനും മറ്റും അറിയാം. വീവാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമേ. ഓ, രണ്ടാളും നല്ല കളിയില്ല, ചിരിച്ച് പറയുന്നത്. പാവം എൻ്റെ അച്ഛനെ കൊണ്ട് ഇതാ പ്രഭിയേട്ടൻ പോന്നേ. അച്ഛനവിടെ അടങ്ങിയിരുന്നതിന് പ്രഭിയേട്ടൻ വന്ന് ഇതാ ഒടുക്കാത്ത കളി. അച്ഛന് ചിരി സഹിക്കണതില്ല. എൻ്റെ മോനല്ല വീടോ ആവും ആർക്കറിയാം. നല്ല കളിയിലാണ്. അമ്മയെല്ലാം ഉണ്ട് സീറ്റിൽ എണീച്ച് യോയോ കളി കളിക്കുന്നു. ഇതാ ബേക്കിൽ നിന്ന് വെച്ച് കളിക്കുന്നവർക്ക് ചിരിച്ച് മറിയാം. വേറൊരു ഡാൻസും കളിക്കാത്തോളാം. നല്ല കുഞ്ഞതല്ലാതെ ഇളകി കളിക്കുന്നു. അമ്മ ഇതാ മക്കളെ ഇതാ പ്രഭിയാണ് ഇതാ അച്ഛനെ പൊത്തി പിടിച്ച് കളിക്കുന്നത്. അമ്മ കളിക്കുന്നതൊക്കെ ചിരിച്ചിട്ട്. അങ്ങനെ വീട്ടിലെത്താറായി. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.